2024-25 സാമ്പത്തിക വർഷത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. 2023-24 അതായത് ഇക്കഴിഞ്ഞ അക്കാഡമിക് ഇയറിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകളിൽ നിന്ന് SSLC അല്ലെങ്കിൽ THSLC അതല്ലെങ്കിൽ +2 VHSC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ കുട്ടികൾക്കും, അതേപോലെ ബിരുദ തലത്തിൽ ഡിഗ്രി ലെവലിൽ 80% മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും, PG ലെവലിൽ ബിരുദാനന്തര ബിരുദ തലത്തിൽ 75% മാർക്ക് വാങ്ങിയ കുട്ടികൾക്കും ഉള്ള ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്കാണ് ഈ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബേസിക് ക്രൈറ്റീരിയ ഇതേ ഉള്ളൂ. കേരളത്തിൽ പഠിക്കുന്ന സ്ഥിരതാമസക്കാരായിരിക്കണം. അതിൽ മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ വിഭാഗവും, അതായത് മുസ്ലിമിലെയും ക്രിസ്ത്യനിലെയും എല്ലാ സബ് കാറ്റഗറിയും, സിഖ്, ബുദ്ധ, ജൈന, പാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കുമൊക്കെയാണ് ഈ സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ 2023-24 അക്കാഡമിക് ഇയറിൽ SSLC അല്ലെങ്കിൽ THSLC +2 അല്ലെങ്കിൽ VHSC ഒക്കെ പാസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ പാസ്സായതായിരിക്കണം. അപ്പോൾ ഇതിന് എല്ലാ വിഷയങ്ങൾക്കും A+ ഉണ്ടാവണം. അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ കുട്ടികൾക്ക് 10,000 രൂപയാണ് സ്കോളർഷിപ്പ് കിട്ടുക. ഡിഗ്രി ലെവലിൽ 80% മേലെ മാർക്കോ അല്ലെങ്കിൽ PG ലെവലിൽ 75% മാർക്കോ ആണെങ്കിൽ 15,000 രൂപയുമാണ് സ്കോളർഷിപ്പ്. BPL വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കാണ് മുൻഗണന. ഇനി സപ്പോസ് BPL വിഭാഗക്കാർ സഫീഷ്യൻ്റ് നമ്പറിൽ ഇല്ല എങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ തന്നെ 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള APLകാരെയും പരിഗണിക്കും. സഫീഷ്യൻ്റ് എണ്ണം BPL ഇല്ല എങ്കിൽ മാത്രമാണ് ഈ APL വിഭാഗത്തിൽ 8 ലക്ഷം വരെ വരുമാനമുള്ളവരെ പരിഗണിക്കുക. അപ്പോൾ ഇത് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത് കുടുംബ വാർഷിക വരുമാനത്തിൻ്റെയും മാർക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ്. ജനസംഖ്യ ആനുപാതികമായിട്ടാണ്. പർട്ടിക്കുലർ കാറ്റഗറിയിൽ ഇത്ര പെർസെൻറ്റേജിനാണ് കൊടുക്കുക. അപ്പോൾ കുട്ടിക്ക് ഏതെങ്കിലും ഒരു സെൻട്രലൈസ്ഡ് ഈ ദേശസാൽകൃത അല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്കിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ മൈനോറിറ്റി welfare.kerala.gov.in എന്നുള്ള സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സൈറ്റ് ഞാൻ ഒരിക്കലും ഇവിടെ കാണിച്ചിട്ടുണ്ട്. minority.welfare.kerala.gov.in. അത് നിങ്ങളൊരു അക്ഷയയിൽ പോയാൽ അവർ അത് ചെയ്തു തരും. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ 26 അങ്ങനെ ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ ഫീൽഡുകളും പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് അവരാവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകളും അപ്ലോഡ് ചെയ്ത് അവസാനം അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ടും ആ പ്രിൻ്റ് ഔട്ടിൽ പറഞ്ഞിരിക്കുന്ന അനുബന്ധ രേഖകളും അതായത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും എല്ലാം കൂടെ ചേർത്ത് ഈ പറഞ്ഞ തീയതിക്കുള്ളിൽ കുട്ടി എന്ത് ചെയ്യണം? മുമ്പ് ലാസ്റ്റ് പഠിച്ച സ്ഥാപനത്തിൻ്റെ മേധാവിക്ക്, ഇപ്പോൾ കുട്ടി ഹയർ സെക്കൻഡറി പാസ്സായി ഇപ്പോൾ ഡിഗ്രിക്ക് എവിടെയെങ്കിലും ജോയിൻ ചെയ്തതാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കോഴ്സിന് ജോയിൻ ചെയ്തതാണെങ്കിലൊക്കെ കുട്ടിക്ക് എന്ത് ചെയ്യാം? ഈ അപേക്ഷ എടുത്ത് ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും ഡോക്യുമെൻറ്റുകളും ഒക്കെ ആയിട്ട് എവിടെയാണോ ഹയർ സെക്കൻഡറി പാസ്സായത് അല്ലെങ്കിൽ എവിടെയാണോ ഡിഗ്രി പാസ്സായത് അല്ലെങ്കിൽ എവിടെയാണോ PG പാസ്സായത് ആ കോളേജിൽ അല്ലെങ്കിൽ ആ സ്കൂളിൽ എത്തിച്ച് അവരെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞ ഡിസംബർ 26 മുമ്പ് ചെയ്യുകയും വേണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് അപ്ഡേറ്റുകളോ മറ്റോ വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.